പകുതിവില തട്ടിപ്പിലും കോൺഗ്രസും ബിജെപിയും ഒക്കച്ചങ്ങായിമാരായി മാറിയെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ. തട്ടിപ്പിൽ കൂടുതൽ ഇരകൾ കണ്ണൂർ ജില്ലയിലാണ്. തട്ടിപ്പിന് കൂട്ടുനിന്ന കോൺഗ്രസ് ബിജെപി നേതാക്കളെയും അറസ്റ്റ് ചെയ്യണം. പണം തട്ടിയ പ്രൊമോട്ടർമാർ ഉണ്ടെങ്കിൽ അവരെയും പ്രതി ചേർക്കണമെന്നും എം.വി. ജയരാജൻ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയത്തിൽ എന്ന പോലെ ഒക്കച്ചങ്ങായിമാരായി നിന്ന് പകുതി വിലക്ക് സാധനങ്ങൾ നൽകാമെന്ന് ജനങ്ങളെ വഞ്ചിച്ചത് കോൺഗ്രസും ബിജെപിയുമാണെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ ആരോപിച്ചു. ഒക്കച്ചങ്ങാതിമാരായ കോൺഗ്രസിനെയും ബി ജെ പിയെയും പോലെ സീഡും സൈനും സയാമീസ് ഇരട്ടകളായ തട്ടിപ്പ് സംഘടനകളാണ്. പകുതി വിലക്ക് സാധനങ്ങൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ ഇക്കൂട്ടർ വഞ്ചിച്ചിരിക്കുന്നത്. സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും സൈക്കിളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നൽകുമെന്നാണ് വാഗ്ദാനം. ഇതിലൂടെ ഏതാണ്ട് 1000 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. CSR ഫണ്ടിൽ വലിയ തട്ടിപ്പ് നടന്നു. ഇത് നിസ്സാരമായി കാണാൻ കഴിയില്ല. പകുതി വിലക്ക് എങ്ങനെ സാധനങ്ങൾ നൽകാൻ കഴിയുമെന്നത് ആദ്യമേ സംശയമുണ്ടായ കാര്യമാണ്. CSR ഫണ്ട് പൊതുനന്മക്കായാണ് ഉപയോഗിക്കേണ്ടത്. എങ്ങനെ CSR ഫണ്ട് ഉപയോഗിക്കണമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂൾ. MP ആയപ്പോൾ KK രാഗേഷ് അത് ഫലപ്രദമായി വിനിയോഗിച്ചു. CSR ഫണ്ട് എന്തിനു വേണ്ടി വിനിയോഗിക്കണം? ഇത് സമൂഹത്തിന് ഗുണകരമായ പദ്ധതികൾക്ക് വേണ്ടിയാണ്. പണ്ട് കാലത്തൊക്കെ LIC കുടിവെള്ള പദ്ധതിക്കാണ് CSR ഫണ്ട് വിനിയോഗിച്ചത്. നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ KK രാഗേഷ് MP ആയിരുന്ന ഘട്ടത്തിൽ CSR ഫണ്ട് വിനിയോഗിച്ചത് അതിനെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമാക്കിയിട്ട് മാറ്റാനാണ്. CSR ഫണ്ട് ദുരുപയോഗത്തിനെതിരെ കേന്ദ്ര നിയമം കൊണ്ടുവരണം. വയനാട്ടിലെ ദുരിതബാധിതർക്ക് പോലും നൽകാതെ പണം ഇത്തരം കൊള്ളയടിക്കാർക്കാണ് നൽകുന്നത്. BJP നേതാവിന്റെ സൈൻ എന്ന സംഘടനയ്ക്ക് ഈ തട്ടിപ്പ് സംഘവുമായി ബന്ധമുണ്ട്. കണ്ണൂർ മാടായി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിക്കും പങ്കുണ്ട്. ഒരു ഭാഗത്ത് BJPയുടെ സംസ്ഥാന നേതാവ് സൈൻ എന്ന് പറയുന്ന തട്ടിപ്പ് സംഘടനയുടെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുകയും മറുഭാഗത്ത് അദ്ദേഹം സീഡിൻ്റെ ഉപദേശകനായി പ്രവർത്തിക്കുകയുമാണ് ചെയ്തത്. ഇത് അദ്ദേഹം നടത്തിയ തട്ടിപ്പിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ്. നമ്മുടെ ജില്ലയിൽ നിന്നൊരു കോൺഗ്രസ് നേതാവ് ഈ തട്ടിപ്പ് സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അത് മാടായി ബ്ലോക്ക് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. സംസ്ഥാനാടിസ്ഥാനത്തിൽ ഈ തട്ടിപ്പിന് നല്ല സഹായം ചെയ്തു കൊടുത്തത് ലീഗൽ അഡ്വൈസർ എന്ന പേരിൽ ഒരു കോൺഗ്രസ് നേതാവാണ്. അവരുടെ അക്കൗണ്ടിലേക്ക് ഈ തട്ടിപ്പ് സംഘത്തിന് കിട്ടുന്നത് പോലെയുള്ള തുക ലഭിക്കുന്നുണ്ട് എന്നത് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ആകെ കേസെടുത്തതിൽ 9 കേസും കണ്ണൂരിലാണ്. ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ടവരും കണ്ണൂരിലുള്ളവരാണ്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നത്. തട്ടിപ്പ് നടത്തിയ നേതാക്കളെയും കേസിൽ പ്രതികളാക്കണം. അവരെ അറസ്റ്റ് ചെയ്യണമെന്നും സ്വത്ത് കണ്ടുകെട്ടണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു. ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് ചിലർ നേരത്തെ പറഞ്ഞിരുന്നു. BJPക്ക് ആളെ കൂട്ടാൻ കേന്ദ്രത്തിൻ്റേത് എന്ന് പറഞ്ഞ് ഒരു പദ്ധതി നടപ്പാക്കുന്നുവെന്നും ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നുവെന്നുമാണ് പലരും പറഞ്ഞിരുന്നത്. ഇക്കാര്യങ്ങൾ അറിയുന്നതിനു മുമ്പാണ് KV സുമേഷ് MLA അവരുടെ ചടങ്ങിൽ പങ്കെടുത്തതെന്നും MV ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.